പ്രൈസലോ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ഇന്ന് പ്രഭാതത്തിലെ ധ്യാനത്തിനായിട്ട് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുത്തും. ദൈവത്തിന് സ്തോത്രം. നമ്മളിൽ നിന്നും അധിക ഫലം കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല പിതാവിനെ കുറിച്ചാണ് പറയുന്നത്. യേശു കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, നമ്മൾ ആരെ കരയുന്നതോ വിഷമിക്കുന്നതോ യേശുവിന് സഹിക്കുവാൻ കഴിയത്തില്ല. ആ യേശു പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് അധിക ഫലം കായ്പിക്കുന്ന ദൈവമാണ്. മറ്റുള്ളവർ നമ്മളെ എന്തുകൊണ്ടാണ് ഒറ്റപ്പെടുത്തുന്നത്? നമുക്ക് ഫലമില്ലാത്തത് കൊണ്ടാണ്. നമ്മളിൽ ഒന്നുമില്ല എന്ന് കണ്ടതുകൊണ്ടാണ് മറ്റുള്ളവർ നമ്മളെ നിരാശപ്പെടുത്തുന്നത്. ഹന്നയെ എന്തുകൊണ്ടാണ് പെനീന വേദനിപ്പിച്ചത്? പെനീനയ്ക്ക് മക്കളുണ്ട്, ഹന്നയ്ക്ക് മക്കളില്ല. അതുകൊണ്ടാണ് അവളെ വേദനിപ്പിച്ചത്. നിരാശയുടെ വക്കിലായവരെ മാത്രമേ മറ്റുള്ളവർ തള്ളിക്കളയുകയുള്ളൂ. ഞാൻ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നിന്ദിച്ചവരുടെ മുൻപിൽ നമ്മളെ അവൻ അധിക ഫലം കായ്ച്ച് മാനിപ്പിക്കുന്ന ദൈവമാണ്. ഈ കർത്താവിന്റെ ബലമുള്ള കൈകേടി നിങ്ങളൊന്ന് താണിരിക്കുക. നിങ്ങളുടെ നിരാശകളെ ദൈവം മാറ്റും. നിങ്ങൾക്കൊരു പ്രത്യാശ ദൈവം നൽകും. ഇന്ന് പകൽക്കാലം അധിക ഫലം കായ്ക്കുവാൻ, അധികമായ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുവാൻ, അധികമായ പ്രത്യാശ നിങ്ങൾക്ക് ലഭിപ്പാൻ, വലിയൊരു വിടുതൽ നിങ്ങൾക്ക് ലഭിപ്പാൻ, വചനം പറയുന്നവർ കൊള്ള കണ്ട് കിട്ടിയവരെ പോലെയുള്ള ഒരു പ്രത്യാശയുടെ സന്തോഷമുള്ള ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടാകുവാൻ ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുക. ആ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ അധിക ഫലം കായ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വിശ്വസിക്കണം. യേശുവിന്റെ വചനത്തിൽ വിശ്വസിച്ച്, ദൈവത്തിൽ വിശ്വസിച്ച്, സ്തോത്രം, ദൈവത്തിൽ വിശ്വസിച്ച് ആ യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് അംഗീകരിച്ച് നമ്മുടെ ജീവിത പടകിന്റെ ആ പടകിന്റെ നമ്മുടെ യാത്രയുടെ പ്രധാനിയായി നമ്മുടെ കർത്താവിനെ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ പ്രതികൂലങ്ങൾ മാറും, പ്രയാസങ്ങൾ മാറും, നമ്മുടെ വേദനകൾ മാറും, നമ്മുടെ നിരാശകൾ മാറും, നമ്മുടെ ഇല്ലായ്മകൾ മാറും. നമുക്ക് മുൻപോട്ട് നയിക്കുവാനുള്ള പ്രത്യാശ ദൈവം നൽകും. ഇന്ന് പകൽക്കാലത്തിന് അധികമായത് ചിലത് തരാൻ പോകുകയാണ്. അല്പമേ നമ്മൾ ആഗ്രഹിച്ചുവെങ്കിലും അതിനേക്കാൾ അപ്പുറമായി അധിക ഫലം, അധിക സന്തോഷം, അധിക വിടുതല്, പൂർണ്ണമായ ഒരു ആശ്വാസം, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പൂർണ്ണമായ മറുപടി ഇന്ന് പകൽക്കാലം ദൈവം നൽകാൻ പോകുകയാണ്. ആ പ്രത്യാശയ്ക്കായി, ആ വിടുതലിനായി നമുക്ക് കാത്തിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.